അതായത് എല്ലാം ശരിയായിരുന്നാലും ഉള്ളിലൊരു ഭയം ഉണ്ടാവും. എന്തെങ്കിലും തെറ്റ് സംഭവിക്കും, ആരെങ്കിലും വിട്ടു പോകും, അടുത്തെത്തുമ്പോൾ ഭയം ഉണ്ടാവുക, എന്നാൽ അകന്നു നിൽക്കുമ്പോഴോ ഏകാന്തത വരിക. ഈ ബന്ധത്തിൽ വലിയ മുറിവുകൾ സംഭവിച്ചാൽ പിന്നീട് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും രൂപപ്പെടാം. അമ്മയുമായിട്ടുള്ള ആദ്യ ബന്ധം നമ്മുടെ പ്രായപൂർത്തിയായ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒരു കുഞ്ഞ് ഈ ലോകത്ത് ജനിക്കുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു ഭാഷയില്ല, ചിന്തകളില്ല. പക്ഷേ ആ കുഞ്ഞിന് ഒരു കാര്യം മാത്രം അറിയാം, അത് അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ മുഖം, അമ്മയുടെ സ്പർശം, അമ്മയുടെ ശരീരത്തിൻ്റെ ചൂട്, അമ്മയുടെ കണ്ണുകളിലെ സുരക്ഷ. ഒരു കുഞ്ഞ് ആദ്യം ലോകത്തെ അറിയുന്നത് അമ്മയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് രൂപപ്പെടുന്ന ഒരു ചോദ്യം ഈ ലോകം സുരക്ഷിതമാണോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് വരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. അമ്മയുമായിട്ടുള്ള ആദ്യ ബന്ധം നമ്മുടെ പ്രായപൂർത്തിയായ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒരു കുഞ്ഞിന് അമ്മ വെറും ഒരു വ്യക്തിയല്ല, അമ്മ തന്നെയാണ് ലോകം. അമ്മ ലഭ്യമാണെങ്കിൽ ആ ലോകം സുരക്ഷിതമാണ്. അമ്മ നമ്മളോട് പ്രതികരിക്കുന്നുവെങ്കിൽ ഞാൻ പ്രധാനപ്പെട്ട ആളാണെന്ന് കുഞ്ഞിന് തോന്നും. അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വികാരങ്ങൾക്ക് വിലയുണ്ട് എന്ന് ആ കുഞ്ഞിന് തോന്നും. അമ്മ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനാണ് എന്ന് തോന്നും. ഇത് കുഞ്ഞ് ഒരിക്കലും വാക്കുകളിലൂടെ പഠിക്കുന്നില്ല, ശരീരത്തിലൂടെയാണ് പഠിക്കുന്നത്, അനുഭവത്തിലൂടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ബാല്യത്തിലെ ഈ ബന്ധങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളായിട്ട് മാറുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ അറ്റാച്ച്മെൻ്റ് എന്നാണ് പറയുന്നത്. കുഞ്ഞിനും പരിചരിക്കുന്ന വ്യക്തിക്കും ഇടയിൽ രൂപപ്പെടുന്ന ആഴത്തിലുള്ള ഒരു വികാരപരമായ ബന്ധം. ഈ ബന്ധം സുരക്ഷിതമാണെങ്കിൽ കുട്ടിക്ക് ലോകത്തെ അനുഭവിക്കാനുള്ള ധൈര്യമുണ്ടാവും. പക്ഷേ ഈ ബന്ധത്തിൽ വലിയ മുറിവുകൾ സംഭവിച്ചാൽ പിന്നീട് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും രൂപപ്പെടാം. ഒരു കുഞ്ഞിന് അമ്മയിൽ നിന്ന് വേർപെടേണ്ടി വന്ന സാഹചര്യം, അതായത് ഒന്നുകിൽ ആശുപത്രി പ്രവേശനം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വേർപാട്, അമ്മയുടെ രോഗം, അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന വിഷാദം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുണ്ടാകുന്ന അകലം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ അമ്മ ശാരീരികമായിട്ട് അടുത്തുണ്ടെങ്കിലും വികാരപരമായിട്ട് അകലെയാവുന്ന സാഹചര്യം. കുഞ്ഞിൻ്റെ മനസ്സിൽ ഇത് പലപ്പോഴും ഇങ്ങനെയാണ് വിവർത്തനം ചെയ്യപ്പെടുക. അതായത് ഞാൻ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനല്ല, എന്നെ ഉപേക്ഷിച്ചു. ഈ രീതികളിലാണ് കുഞ്ഞിത് എടുക്കുന്നത്. പല കുട്ടികൾക്കും ഈ അനുഭവങ്ങൾ ചിലപ്പോൾ ഓർമ്മ തന്നെ ഉണ്ടാവുന്നില്ല, പക്ഷേ ശരീരം അത് ഓർത്തു വയ്ക്കും. നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം അത് ഓർത്തു വയ്ക്കും. മാർക്ക് വോളിങ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കഥയുണ്ട്. അവന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഭയം, തെറ്റ് പറ്റുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ നിരസിക്കപ്പെടുമോ എന്നുള്ള ഭയം. ശേഷം അദ്ദേഹം തൻ്റെ ബാല്യത്തിൽ നടന്നൊരു സംഭവം ഓർത്തെടുത്തു. അതായത് ആ കുഞ്ഞിൻ്റെ ബാല്യത്തിൽ നടന്നൊരു സംഭവം അയാൾ ഓർത്തെടുത്തു. അതായത് 3 വയസ്സ് കഴിഞ്ഞപ്പോൾ ദീർഘകാലം അയാളെ മുത്തശ്ശിയുടെ കൂടെ താമസിക്കാൻ വിട്ടു. പക്ഷേ അവിടെ ഈ കുഞ്ഞിന് വേണ്ട വികാരപരമായ ഒരു പിന്തുണ ലഭിച്ചില്ല. അപ്പോഴാണ് അവൻ്റെ ഉള്ളിലൊരു നിഗമനം രൂപപ്പെടുന്നത്, ഞാൻ തെറ്റ് ചെയ്താൽ ആളുകൾ എന്നെ വിട്ടുപോകും. വർഷങ്ങൾക്കിപ്പുറം ഈ ഭയം അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുകയായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള ഒരു വേർപിരിയലിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ചിലപ്പോൾ അമ്മ അടുത്തുണ്ടായിരുന്നിട്ടുണ്ടാവാം, പക്ഷേ വികാരപരമായി ലഭ്യമല്ലാതിരിക്കാം. അമ്മ തന്നെ വിഷാദത്തിലായിരിക്കാം, അല്ലെങ്കിൽ അമ്മ ഉത്കണ്ഠയിലായിരിക്കാം, സ്വന്തം പ്രശ്നങ്ങളിൽ മുങ്ങിയിരിക്കാം. അപ്പോൾ കുട്ടി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, എൻ്റെ വികാരങ്ങൾക്ക് വിലയില്ല, ഞാൻ അധികമാണ്, എനിക്ക് ആവശ്യമുള്ളത് ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ
പിന്നീട് പ്രായപൂർത്തിയായ ജീവിതത്തിൽ ബന്ധങ്ങളിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളായിട്ട് വരാം. ചില സാധാരണ ലക്ഷണങ്ങൾ നോക്കിയാൽ സ്ഥിരമായ സുരക്ഷിതത്വമില്ലായ്മ, അതായത് എല്ലാം ശരിയായിരുന്നാലും ഉള്ളിലൊരു ഭയം ഉണ്ടാവും. എന്തെങ്കിലും തെറ്റ് സംഭവിക്കും, ആരെങ്കിലും വിട്ടു പോകും, എല്ലാം നഷ്ടപ്പെടും. ഇനി രണ്ടാമത്തേതാണ് അമിതമായിട്ടുള്ള ആശ്രയം, അതായത് മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യമായിട്ട് വരിക, അതായത് ഉറപ്പുകൾ വേണ്ടി വരിക, ബന്ധങ്ങൾ നിലനിർത്താൻ സ്വയം നഷ്ടപ്പെടുത്തുക. മൂന്നാമതാണ് ഉപേക്ഷിക്കപ്പെടുമെന്ന് ഭയം, മറുപടി വൈകിയാൽ വിഷമം, ആളുകൾ തമ്മിൽ വേണ്ടപ്പെട്ടവർ ഒരാൾ അകലം വന്നാൽ വിഷമം, ബന്ധം അവസാനിക്കുമോ എന്നുള്ളൊരു ആശങ്ക. നാലാമത്തേതാണ് ആളുകളെ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. അടുത്തെത്തുമ്പോൾ ഭയമുണ്ടാവുക, എന്നാൽ അകന്നു നിൽക്കുമ്പോഴോ ഏകാന്തത വരിക. നമ്മുടെ ബന്ധങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഈ ബന്ധങ്ങളിൽ ആളുകളല്ല, പഴയ മുറിവുകളാണ് കാണേണ്ടത്. ഒരു പങ്കാളി മറുപടി വൈകിച്ചാൽ അത് ഇന്നത്തെ സംഭവമല്ല, പഴയ ഉപേക്ഷിക്കപ്പെടലിൻ്റെ അനുഭവം വീണ്ടും സജീവമായതാവാം. ഒരു വിമർശനം കേൾക്കുമ്പോൾ അത് ഇന്നത്തെ വിമർശനം മാത്രമാവണമെന്നില്ല, ബാല്യത്തിലെ അനുഭവങ്ങളും ഉണരാം. ഇനി ഇവിടെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇത് അമ്മയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പേരൻസിനെ കുറ്റപ്പെടുത്താനോ ഉള്ള ഒരു ശ്രമമല്ല. മിക്ക അമ്മമാരും അവർക്ക് ലഭിച്ച സ്നേഹവും സുരക്ഷയും മാത്രമാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത്. അവർക്കും അവരുടെ മുറിവുകളുണ്ടായിരിക്കും, അവർക്ക് അവരുടെ ഭയങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഈ സീരീസിൻ്റെ ഉദ്ദേശം കുറ്റപ്പെടുത്താനല്ല, ഇത് മനസ്സിലാക്കാനാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു. ഒരുപക്ഷെ മറ്റൊരു ചോദ്യം കൂടുതൽ സഹായകമാവും, അതായത് ഈ അനുഭവം എപ്പോഴാണ് ആരംഭിച്ചത്? ചിലപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മുടെ ബാല്യത്തിൽ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ അമ്മയുടെ കഥയിലായിരിക്കാം. ഇനി ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു പരീക്ഷണം ചെയ്യാവുന്നത്, ഒരു പേപ്പർ എടുത്ത ശേഷം അതിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുക. അതായത് എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്ന 3 വാക്കുകൾ എന്താണ്? ഉദാഹരണത്തിന് സുരക്ഷ എന്ന വാക്ക് ഓർമ്മ വന്നേക്കാം, അല്ലെങ്കിൽ അകലം എന്ന വാക്ക് ഓർമ്മ വന്നേക്കാം, ഇതും അല്ലെങ്കിൽ ഭയം, സ്നേഹം, വിമർശനം, പരിപാലനം, അല്ലെങ്കിൽ ദുഃഖം, അല്ലെങ്കിൽ ഒരഭാവം, വേർപിരിയൽ, ഇതൊക്കെ വന്നേക്കാം. ഇതിൽ പ്രധാനപ്പെട്ട 3 വാക്കുകൾ എഴുതുക. ഈ 3 വാക്കുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രധാന വികാരങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ ആദ്യ ബന്ധം പലപ്പോഴും നമ്മൾക്ക് പിന്നീട് സൃഷ്ടിക്കുന്ന എല്ലാ ബന്ധങ്ങളുടെയും ഒരു മാതൃകയാവാം. പക്ഷെ ആ മാതൃകകൾ മാറ്റാനാവില്ല എന്നല്ല, നമ്മൾ അവയെ കാണാൻ തുടങ്ങുമ്പോൾ ആ മാതൃകകൾ മാറാനും തുടങ്ങും. അവിടെയാണ് അവയർനെസ്സിൻ്റെ പ്രാധാന്യം.